കുരിശുമരണത്തിന് മുമ്പായി യേശുക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മയിൽ പെസഹ ആചരിച്ച് ഗൾഫിലെ വിശ്വാസികളും. ആരാധനാലയങ്ങളിലെ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് പുരോഹിതർ നേതൃത്വം നൽകി. UAE, ഒമാൻ തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിലെ ക്രൈസ്തവ ആരാധനാലയങ്ങളിലെ പെസഹ ചടങ്ങുകളിൽ മലയാളികളടക്കം ആയിരങ്ങളാണ് പങ്കെടുത്തത്. ദുബായ്, ഷാർജ, അജ്മാൻ, ഫുജൈറ തുടങ്ങിയ എമിറേറ്റുകളിലായിരുന്നു UAEയിലെ പ്രധാന ചടങ്ങുകൾ. ദുബായിലെയും ഷാർജയിലെയും ഓർത്തഡോക്സ്, യാക്കോബായ, കത്തോലിക്ക പള്ളികളിൽ പുരോഹിതർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും പെസഹ ദിനത്തിൽ നടന്നു. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്ന പ്രത്യേക പെസഹ ശുശ്രൂഷകൾക്ക് റവറൻ ഫാദർ ജോൺസൺ കല്ലിട്ടേതിൽ കോർ എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി എൽദോ പോൾ, സഹവികാരി മാത്യു ജോൺ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഒമാനിലെ ഗാല ഹോളി സ്പിരിറ്റ് കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന പെസഹ കുർബാനയ്ക്ക് മലങ്കര കത്തോലിക്ക സഭാ വികാരി ഫാദർ ഫിലിപ്പ് നെല്ലിവിള, ഫാദർ ജിബിൻ എന്നിവർ നേതൃത്വം നൽകി. പെസഹ അപ്പം മുറിച്ച് വിശ്വാസികൾക്ക് വിതരണം ചെയ്തു. ചടങ്ങുകൾക്ക് സെൻട്രൽ യൂണിറ്റ് ഭാരവാഹികളായ നെബു മാത്യു, ജിജി, ബിജുമോൻ, ജോൺ കൊട്ടാരക്കര, റോണ തോമസ്, ജിജോ, റോജി തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുരോഹിതർ വിശ്വാസികൾക്ക് പെസഹ അപ്പം വിതരണം ചെയ്തു. ദുഃഖവെള്ളി ശുശ്രൂഷകൾ വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ വിവിധ ആരാധനാലയങ്ങളിൽ ആരംഭിക്കും. മാതൃഭൂമി ന്യൂസ്, ദുബായ്, മസ്കറ്റ്.